എൻ്റെ പേര് ലിജിയ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മൂന്നാമത്തെ ധ്യാനമാണ്. രണ്ടാമത്തെ ധ്യാനം കൂടി ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമേ രാവിലെ കുർബാനയ്ക്ക് പോകാറുള്ളായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറും ഈ രണ്ടാമത്തെ ധ്യാനം കൂടിയതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി. അപ്പം വീട്ടിൽ നിന്ന് എല്ലാവരും വന്നൊന്ന് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു. ധ്യാനം കൂടി രണ്ടാമത്തെ ധ്യാനം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന ഉടനെ ഒന്ന് പറഞ്ഞു, നമ്മളെല്ലാവരും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന്. ആ ഒരു തവണ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ ആരെയും നിർബന്ധിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷേ ഞാൻ പിന്നെ അവർ എന്നോട് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി, നമുക്കെല്ലാവർക്കും ധ്യാനത്തിന് പോകാമെന്ന്. അപ്പോൾ എൻ്റെ അനിയൻ്റെ എക്സാമും ഒക്കെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ബ്രദർ പറഞ്ഞു, അവന് വരാൻ പറ്റുമോ എന്ന് നോക്കട്ടെന്ന്. അപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാനാണ് തോന്നിയത്, മാതാവ് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അവിടെ എത്തുമെന്ന്. അപ്പം ഞങ്ങൾക്ക് ഇപ്രാവശ്യം കുടുംബസമേതം അച്ഛനും അമ്മയും ഞാനും ബ്രദറും എല്ലാവരും കൂടെ വന്ന് ധ്യാനം കൂടി. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിലുള്ള ഒരു വിഷമം, എന്നെ ഫസ്റ്റ് ധ്യാനത്തിൽ അമ്മ തൊട്ടു, എനിക്കത് അറിയാൻ പറ്റി. വീട്ടിലെ എല്ലാവർക്കും ഒന്ന് കിട്ടുമായിരുന്നെങ്കിൽ നന്നായിരുന്നു, അമ്മ ഒന്ന് ഒരുക്കുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അത്രയും ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. പക്ഷെ അവരെ എല്ലാവരെയും പരിശുദ്ധാത്മാവ് അഭിഷേകത്തിൽ നിറയ്ക്കുകയായിരുന്നു ഉണ്ടായത്. എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ദൈവം തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സഹനത്തിലൂടെ ഈ കുഞ്ഞു പ്രായത്തിലും കടന്നു പോകുന്നുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ സഹനത്തിൽ നിന്നുകൊണ്ട് ഈ കുഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞുമക്കളെ, ഈ കുടുംബത്തെ ഓർത്ത് ആ കിട്ടിയ ദൈവം ഒത്തിരി തവണ മാതാവിനെ കാണാനും പരിശുദ്ധമ്മയുടെ സുഗന്ധാഭിഷേകം അനുഭവിക്കാനും മാതാവിൻ്റെ മടി കിടന്നുറങ്ങാനും ഒക്കെ ഒത്തിരി കൃപകൾ ഈ മകൾക്ക് കൊടുത്തു. ഈ കുഞ്ഞിലെ സഹനത്തെല്ലാം ഈശോയും മാതാവും ചേർന്ന് നിന്ന് ഉള്ളംകൈ പരിപാലിക്കുന്ന ആ സ്നേഹത്തെ ഓർത്ത് ഒന്ന് കരങ്ങളടിച്ച് മഹത്വപ്പെടുത്തിക്കേ. പ്രൈസ് ദി ലോർഡ്.